ഇന്ന് നമ്മൾ 3 ഇഡിയംസ് പഠിക്കാൻ പോകുന്നു. ഇഡിയംസ് എന്നാൽ ശൈലികൾ. ഇഡിയം എന്നതിൻ്റെ പ്രത്യേകത അറിയില്ലേ? ഒരു ഇഡിയം നോക്കി അതിൻ്റെ ഓരോ വേർഡിൻ്റെയും മീനിങ് മനസ്സിലാക്കി എന്താണ് ആ ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാലോചിച്ച് നോക്കിയാൽ ഒരു പിടിയും കിട്ടില്ല. അതിൻ്റെ ഇൻഡിവിജ്വലായിട്ടുള്ള ഓരോ വേർഡ് മീനിങ്ങിൽ നിന്നും വളരെ ഡിഫറൻ്റ് ആയിരിക്കും അതിൻ്റെ ആ ശൈലിയുടെ മീനിങ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3 ഇഡിയംസ് ആണ്. ഈ 3 ഇഡിയംസിനും കേക്ക് എന്ന വാക്കുമായി ബന്ധമുണ്ട്. ഫസ്റ്റ് ഇഡിയം എ പീസ് ഓഫ് കേക്ക്. ഇതിനർത്ഥം വളരെ ഈസിയായി ഒരു എഫേർട്ടും ഇല്ലാതെ നേടിയെടുക്കാവുന്ന അല്ലെങ്കിൽ ചെയ്യാവുന്ന ഒരു കാര്യം എന്നാണ്. സംതിങ് ഈസിലി അച്ചീവ്ഡ്, സംതിങ് ഈസിലി ഡൺ. ഒരു എക്സാമ്പിൾ സെൻറ്റൻസ് നോക്കൂ. ദ തിയറി പാർട്ട് ഓഫ് ദി എക്സാം വാസ് ഡിഫിക്കൽട്ട് ബട്ട് ദ പ്രാക്ടിക്കൽ പാർട്ട് വാസ് എ പീസ് ഓഫ് കേക്ക്. ഇതിനർത്ഥം എന്താ? എക്സാമിൻ്റെ തിയറി പാർട്ട് ഡിഫിക്കൽട്ടായിരുന്നു, ബുദ്ധിമുട്ട് പിടിച്ചതായിരുന്നു. പക്ഷേ ദ പ്രാക്ടിക്കൽ പാർട്ട് വാസ് എ പീസ് ഓഫ് കേക്ക്. പക്ഷേ പ്രാക്ടിക്കൽ പാർട്ട് എ പീസ് ഓഫ് കേക്ക് ആയിരുന്നു എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിരുന്നു. നെക്സ്റ്റ് ഇഡിയം കേക്ക് വാക്ക്. ഇതിൻ്റെ മീനിങ് ആൻ ഈസി ടാസ്ക്, വളരെ ഈസിയായ ഒരു വർക്ക് എന്ന് തന്നെയാണ്. കംപ്ലീറ്റിംഗ് ദ ഫിസിക്കൽ എക്സാമിനേഷൻ വാസ് എ കേക്ക് വാക്ക്. ഫിസിക്കൽ എക്സാമിനേഷൻ കംപ്ലീറ്റ് ചെയ്യുക എന്നത് ഒരു കേക്ക് വാക്കായിരുന്നു എന്ന് പറഞ്ഞാൽ വളരെ ഈസിയായ ഒരു വർക്കായിരുന്നു. അടുത്ത ഇഡിയം സെൽ ലൈക്ക് ഹോട്ട് കേക്ക്സ്. ടു സെൽ വെരി ക്വിക്ക്ലി ആൻഡ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ്. പെട്ടെന്ന് തന്നെ വിറ്റുപോവുക, അതും അല്ല ഒരുപാട് ക്വാണ്ടിറ്റീസ്, ഒരുപാട് അളവിൽ വിറ്റുപോവുക. നമ്മൾ പറയില്ലേ മലയാളത്തിൽ ചൂടപ്പം പോലെ വിറ്റുപോവുക എന്ന്? അതുതന്നെ. നല്ല ഡിമാൻഡുള്ള സാധനങ്ങളല്ലേ അങ്ങനെ വിറ്റുപോകുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ സെൻറ്റൻസ് നോക്കൂ. കോപ്പീസ് ഓഫ് ദ ബുക്ക് were sold like hot cakes. ബുക്കിൻ്റെ കോപ്പികളെല്ലാം ചൂടപ്പം പോലെ വിറ്റുപോയി എന്ന്. അപ്പോൾ യൂസ്ഫുൾ അല്ലേ ഈ ഇഡിയംസ്?